ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പം കുറേ ദിവസമായില്ലേ നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടിട്ട്. ഇന്നിതാ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് ഇതാ ആദ്യം തന്നെ ചെറിയൊരു പീസ് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലൊരു ബട്ടർഫ്ലൈൻ്റെ പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ ബട്ടർഫ്ലൈസ് എങ്ങനെ വേണമെങ്കിലും വരച്ചെടുക്കാം. അതിനുശേഷം സ്റ്റോൺ ചെയിനാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു പാറ്റേണിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ആദ്യത്തെ പെറ്റൽ ഒട്ടിച്ചു കൊടുക്കുമ്പം അത് കോൺ ഷേപ്പിലാണല്ലോ വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഭാഗം ഒട്ടിച്ചെടുത്തതിന് ശേഷം അവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കോൺ ഷേപ്പിലായിട്ട് കിട്ടും. അപ്പോൾ ഇതിനായിട്ട് B7000 ഗ്ലൂ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ കൂടുതലായിട്ടും ഹെയർ ആക്സസറി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഗ്ലൂ തന്നെയാണ്. ഏത് ടൈപ്പ് ഗ്ലൂ ആണ്, അല്ലെങ്കിൽ ഗ്ലൂവിൻ്റെ നെയിം എന്തൊക്കെയാണ്, നല്ലതാണോ എന്നൊക്കെ ചിലർ കമൻറ്റിൽ ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് ആദ്യത്തെ പെറ്റൽ നമ്മൾ ഒട്ടിച്ചെടുത്തു. അതിന് ശേഷം രണ്ടാമത്തെ പെറ്റലും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിക്കാം. രണ്ടാമത്തെ പെറ്റൽ റൗണ്ട് ഷേപ്പായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ആ ഒരു ബട്ടർഫ്ലൈനെ നമ്മൾ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രൽ പോർഷൻ കവർ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് 4mm സൈസിൽ വരുന്ന ബീഡ്സാണ്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനവിടെ ഓഫ് വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ നമുക്കിതുപോലെ കവർ ചെയ്തെടുക്കാം. ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ബീഡ്സ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ അതിൻ്റെ സെൻട്രൽ പോർഷൻ കൂടെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബീഡ്സ് വെച്ചിട്ടൊക്കെ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നീഡിലോ അല്ലെങ്കിൽ കൂർത്ത എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ആക്കി എടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ കുറച്ച് സ്റ്റോൺസ് കൂടി എടുത്തിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈസിൻ്റെ പെറ്റൽസിൻ്റെ അകത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ രണ്ട് കോർണറിലായിട്ട് രണ്ട് പെറ്റൽസിൽ ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോൺസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഡ്രോപ്പ് ബീഡ്സ് ആണ്. ഇതുപോലെ സ്മോൾ സൈസിൽ വരുന്ന കുറച്ച് ഡ്രോപ്പ് ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ താഴത്തെ പെറ്റൽസിൽ റൗണ്ട് പെറ്റൽസ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് ആ ഒരു കേവ് വരുന്ന ഭാഗത്തായിട്ട് നമുക്കിതുപോലെ ആ ഒരു ഡ്രോപ്പ് ബീഡ്സ് ഒട്ടിച്ചെടുക്കാം. ഇതൊക്കെ എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ബട്ടർഫ്ലൈസിനെ എത്രത്തോളം നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ നിങ്ങളുടേതായ ഐഡിയ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈസിൻ്റെ രണ്ട് വശത്തും രണ്ട് ഭാഗത്തുള്ള പെറ്റൽസും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഡ്രോപ്പ് ബീഡ്സ് ഈ ഒരു രീതിയിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ബട്ടർഫ്ലൈസ് ഏകദേശം ഒരു ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രൽ പോർഷന്, അതായത് ബ്ലാങ്കായി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് ഷുഗർ ബീഡ്സ് കൂടെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ബീഡ്സ് വെച്ചിട്ട് ഞാൻ ചെയ്തെടുക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ, വേറെ ഏതെങ്കിലും കളേഴ്സൊക്കെ നല്ല നല്ല കളേഴ്സൊക്കെ അവൈലബിൾ ആണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷുഗർ ബീഡ്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു ബട്ടർഫ്ലൈസിൻ്റെ ബാക്കി വരുന്ന എല്ലാ വശത്തും ഈ ഒരു ഷുഗർ ബീഡ്സ് തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഭാഗവും ഒഴിയാതെ എല്ലാ കോർണറിലും ഒരേ രീതിയിൽ തന്നെ ഷുഗർ ബീഡ്സ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു നീഡലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐറ്റംസ് വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രശ്നം വരില്ല. നീഡിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ കോർണറിലും ഇതുപോലെ ഷുഗർ ബീഡ്സ് ആയതുകൊണ്ട് തന്നെ കൈ വെച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു നീഡിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്ഷൻ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ഇതാ ആ ഒരു പ്രോസസ്സും കൂടെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്റ്റോൺ ചെയിൻ തന്നെ ഒരു 3 ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു വലിയ പീസും അതുപോലെ തന്നെ സെയിം അളവിൽ വരുന്ന വേറെ 2 പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എനിക്ക് തോന്നിയ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ വലിയ പീസ് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിൽ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേതും കൂടെ 3 പീസും ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. നല്ല പെർഫെക്ഷനോട് കൂടി അതിൻ്റെ അരികവശം ചേർന്ന് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കി ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊന്നും കട്ട് ചെയ്ത് പോവാതെ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന് നമുക്കൊരു ക്ലിപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്ലിപ്പിൽ അലിഗേറ്ററിലോ അല്ലെങ്കിൽ ടിക് ടാക് ക്ലിപ്പിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ അലിഗേറ്റർ ക്ലിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒരു പീസ് ഫെൽറ്റ് ഷീറ്റ് കൂടെ കട്ട് ചെയ്തെടുക്കുക. അതിൽ ഇതുപോലെ 2 വശത്തായിട്ട് ചെറിയൊരു വെട്ടിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അകത്തൂടെ ഒന്ന് കയറ്റി കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർഫ്ലൈ കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ഡ്രൈ ആവാൻ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. നല്ല രീതിയിൽ നമുക്ക് ഹെയർ ക്ലിപ്പ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞു ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ, അതുപോലെ തന്നെ ചിലവും വളരെ കുറവാണ്. മെയിനായിട്ട് സ്റ്റോൺ ചെയിനും അതുപോലെ തന്നെ കുറച്ച് ബീഡ്സും മാത്രമേ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറഞ്ഞ സമയത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതിനായിട്ട് ചിലവാക്കിയാൽ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല ഹെയർ ആക്സസറീസ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനും അതുപോലെ അതിലൂടെ നല്ലൊരു വരുമാനം സമ്പാദിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.